ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂൾക്കൊക്കെ പോയി ഉമ്മതാ പാത്രമൊക്കെ മോറുന്നുണ്ട്. അപ്പോൾ ഇത് മീനുണ്ട് കേട്ടോ. അപ്പോൾ അത് പാരമീനാണ്. നിങ്ങളെന്തെങ്കിലും മീനിന് പറയില്ലെന്ന് കമൻറ്റ് ചെയ്യ്. അപ്പോൾ അത് മുറിച്ച് ക്ലീനാക്കി കായം പൊറ്റി പൊരിച്ചാൽ വിചാരിച്ച്. അപ്പോൾ കായം പൊരിച്ചാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഇത്തിരി മല്ലിപ്പൊടി ഇട്ടെടുത്തുകൊണ്ട് ഒന്ന് ചെറുനാരങ്ങ നീരും ഒരു മുറി ചെറുനാരങ്ങ നീരും ഇട്ടിച്ചുകൊണ്ട് ഒന്ന് മിക്സാക്കി കൊടുത്ത് മീൻ ഇതാക്കിയിട്ട് വാഴൻ്റെ ഇലയിലേക്കൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ചോറൊക്കെ വെന്തിക്കണ്. ഇനി പയർ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് അതിക്ക് പയറും ഇട്ടെടുത്ത് കുറച്ച് ഉപ്പും ഇട്ടെടുത്തുകൊണ്ട് വേവിച്ചെടുത്ത്. പിന്നെ വെണ്ടക്ക കറിയാണ് ഇന്ന്. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവ ഇട്ടെടുത്ത് എന്നിട്ട് വെണ്ടക്ക ഇട്ടെടുത്ത് കാണ്ട് ഒന്നിങ്ങനെ മിക്സാക്കി കൊടുത്ത് എന്നിട്ട് കോരി മാറ്റി വെച്ച് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാട്ടിയെടുത്ത് ചീരുള്ളിയും ഇട്ടെടുത്താണ് വാട്ടിക്കണ്. പിന്നെ തക്കാളി ഇട്ടെടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ പുളിവെള്ളവും പാർന്നു കൊടുത്തുകൊണ്ട് മിക്സാക്കി പിന്നെ വെണ്ടക്ക കഴിക്കാൻ ഇട്ടെടുത്ത്. അപ്പോൾ കറി റെഡിയായി. ഇത്രയുള്ളൂ, സിമ്പിൾ കറിയാണ്. പിന്നെ അതാ മീൻ പൊരിച്ചാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിരിക്കണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പിലിട്ട് കരിവേപ്പില ഇങ്ങനെ പരത്തിട്ടെടുത്തിക്കണ്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് മീനാണ്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ചോറുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുപ്പുമ്പോൾ തന്നെ വെച്ചുകൊണ്ട് ഉപ്പേരിയും കറിയും മീനൊക്കെ അതിന്മേൽ തന്നെ ഉമ്മ ഉണ്ടാക്കൽ. അപ്പോൾ കായം കുറച്ച് വാഴൻ്റെ മീനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയാണ് ഒഴിച്ചെടുത്ത്. പിന്നെ ഞങ്ങൾ ചോറ് വെച്ചായിരുന്നു. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു പിന്നെ കാണാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.